ദാമ്പത്യ ബന്ധത്തിൽ ലൈംഗികത അകാരണമായി നിഷേധിക്കുന്നത് ഒരാൾ മറ്റേയാളോട് ചെയ്യുന്ന ക്രൂരതയാണെന്നും ഇത് വിവാഹമോചനം അനുവദിക്കാനുള്ള മതിയായ കാരണമാണെന്നും സുപ്രീം കോടതി. ഭർത്താവിന് വിവാഹമോചനം അനുവദിച്ച രാജസ്ഥാൻ ഹൈക്കോടതിയുടെ വിധിക്കെതിരെ ഭാര്യ നൽകിയ അപ്പീൽ തള്ളിക്കൊണ്ടാണ് ജസ്റ്റിസ് സഞ്ജയ് കരോൾ, ജസ്റ്റിസ് അഗസ്റ്റിൻ ജോർജ് മസീഹ് എന്നിവരുടെ ബെഞ്ച് വിധി പറഞ്ഞത്. സർക്കാർ സർവീസിലുള്ള ഡോക്ടർമാരായ ഭർത്താവും ഭാര്യയുമാണ് കേസിലെ കക്ഷികൾ. 2007 ഡിസംബറിലായിരുന്നു ഹിന്ദു ആചാരപ്രകാരം ഇവരുടെ വിവാഹം. ഭർത്താവ് രാജസ്ഥാനിലും ഭാര്യ ഗുജറാത്തിലുമായിരുന്നു ഡോക്ടറായി ജോലി ചെയ്തിരുന്നത്. ബന്ധത്തിൽ കുട്ടികളില്ല. 2009 ഭർത്താവ് വിവാഹമോചനത്തിന് പരാതി നൽകുന്നത്. 2 വർഷത്തെ ദാമ്പത്യത്തിനിടെ ഭാര്യ 2-3 മാസം മാത്രമേ തന്നോടൊപ്പം കഴിഞ്ഞിട്ടുള്ളൂ എന്നും ലൈംഗിക ബന്ധം തുടർച്ചയായി നിഷേധിച്ചെന്നും ഭർത്താവ് ആരോപിച്ചു. എന്നാൽ കുടുംബ കോടതി ഭർത്താവിന്റെ വിവാഹമോചന ആവശ്യം തള്ളി. തുടർന്ന് രാജസ്ഥാൻ ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ ഹൈക്കോടതി വിവാഹമോചനം അനുവദിക്കുകയായിരുന്നു. ഇതിനെതിരെയാണ് ഭാര്യ സുപ്രീം കോടതിയെ സമീപിച്ചത്. ഭർത്താവിനെ താൻ ഉപേക്ഷിച്ചിട്ടില്ലെന്നും ദാമ്പത്യം തുടരാൻ തയ്യാറാണെന്നുമായിരുന്നു ഭാര്യയുടെ വാദം. എന്നാൽ ദാമ്പത്യം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ആത്മാർത്ഥമായ യാതൊരു ശ്രമവും ഭാര്യയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ലെന്ന് ഭർത്താവ് വാദിച്ചു. 15 വർഷത്തിനിടെ ഏതാനും മാസങ്ങൾ മാത്രമേ ഒരുമിച്ച് കഴിഞ്ഞിട്ടുള്ളൂ. പരസ്പര വിശ്വാസം, സൗഹൃദം, ദാമ്പത്യ ജീവിതം എന്നിവ കെട്ടിപ്പടുക്കുന്നതിൽ പരാജയപ്പെട്ടു. ലൈംഗിക ബന്ധം തുടർച്ചയായി നിഷേധിച്ചു. ഒരുമിച്ചുണ്ടായിരുന്ന ദിവസങ്ങളിൽ ഭാര്യ മുറി പൂട്ടി നേരത്തെ ഉറങ്ങും. ഭർത്താവ് വാതിലിൽ മുട്ടി വിളിച്ചാലും ഭാര്യ തുറക്കാൻ തയ്യാറായിരുന്നില്ല. തുടർന്ന് മറ്റു മുറിയിലാണ് താൻ ഉറങ്ങിയിരുന്നതെന്നും ഭർത്താവ് പറഞ്ഞു. ഇക്കാര്യം ഭാര്യ നിഷേധിച്ചില്ല. മതിയായ കാരണമില്ലാതെ നീണ്ട കാലയളവിൽ ലൈംഗിക ബന്ധത്തിന് വിസമ്മതിക്കുന്നത് പങ്കാളിയോടുള്ള ക്രൂരതയാണെന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. ഇത് പങ്കാളിക്ക് കടുത്ത മാനസിക ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുകയും ദാമ്പത്യ ബന്ധത്തിന്റെ അടിത്തറയെ തകർക്കുകയും ചെയ്യുന്നതാണെന്ന് വിവിധ കോടതികൾ പലതവണ വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചു. ദാമ്പത്യ ബന്ധത്തിലെ അവകാശങ്ങളെ ദാമ്പത്യ ബന്ധത്തിലെ കടമകളിൽ നിന്ന് വേർപെടുത്തി കാണാൻ കഴിയില്ല. പരസ്പര ബഹുമാനം, ഒരുമിച്ചുള്ള പ്രതീക്ഷകൾ, വൈകാരിക പിന്തുണ, വിശ്വസ്തത, ഉത്തരവാദിത്തം, പരിചരണം എന്നിവയിലൂന്നിയ ഒരു പങ്കാളിത്തമാണ് വിവാഹമെന്നും വിവാഹമോചന വിധി ശരിവെച്ചുകൊണ്ട് കോടതി നിരീക്ഷിച്ചു.